സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന രണ്ട് സാധനങ്ങൾ വെച്ച് ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളത്തെക്കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. ഇത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുമല്ലോ. അപ്പോൾ ഈ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ നല്ല പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് നല്ലത്. ഒരു 5 ദിവസമായ കഞ്ഞിവെള്ളമാട്ടത് നല്ല രീതിയിൽ പുളിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വളമായിട്ടിത് ഉപയോഗിക്കാം. ഇത് നമ്മൾ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മണ്ണിലുള്ള ജീവാണുക്കളുടെ പ്രവർത്തനം വർദ്ധിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ചെടികളുടെ വേരുകളിൽ ഇത് നന്നായി പ്രവർത്തിക്കുകയും ചെടികൾക്ക് നന്നായിട്ട് പോഷകങ്ങളൊക്കെ നന്നായിട്ട് വലിച്ചെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു 5 ദിവസമായി പുളിപ്പിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ചതിന് ശേഷം എല്ലാ ചെടികൾക്കും, പൂച്ചെടികൾക്കും, എല്ലാ പച്ചക്കറി ചെടികൾക്കും നമുക്കിത് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നല്ല പോലെ പുളിച്ച കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് വളമായിട്ടും കീടനാശിനിയായിട്ടും നമുക്ക് ഈ കഞ്ഞിവെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ഞാനൊരു കപ്പ് കഞ്ഞിവെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തു. അതിലോട്ട് 4 ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ഇത് നമ്മുടെ ചെടികൾക്കായാലും പൂച്ചെടികൾക്കായാലും ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പുളിപ്പിച്ചതിന് ശേഷം അതിലോട്ട് ഇരട്ടി വെള്ളം ചേർക്കണം. ഒരിക്കലും നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കരുത്. ഞാൻ ഇതിലോട്ട് 4 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് പയറിന്, അതുപോലെ തക്കാളി ചെടിക്ക്, വെണ്ടയ്ക്ക്, മുളകിന്, എല്ലാത്തരം ചെടികൾക്കും നമുക്കിത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചെറിയ തൈകൾ തൊട്ട് വലിയ ചെടികൾക്ക് വരെ നമുക്ക് ഈ ഒരു രീതിയിൽ 3 ദിവസം കൂടുമ്പോൾ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നല്ല കരുത്തോടു കൂടിയും രോഗപ്രതിരോധ ശേഷിയോടു കൂടിയും ചെടികൾ വളർന്നു വരുന്നത്. മുളകിന്, അതുപോലെ വഴുതനക്കൊക്കെ ഇത് ഒത്തിരി നല്ലതാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ അടുത്ത ടിപ്പ് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പാത്രം കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം പുളിപ്പിച്ച കഞ്ഞിവെള്ളം തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലോട്ട് വേണ്ടത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും വെറുതെ കളയുന്ന ഈ ഒന്നാളുടെ ഈ ചാരം, വിറക് കത്തിച്ച ചാരം. ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിലോട്ട് ഒരു പിടി ചാരം എന്നൊരളവിൽ വേണം എടുക്കാനായിട്ട്. കൂടുതൽ ചെടികൾ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ചാരവും ഈ കഞ്ഞിവെള്ളവും നല്ലതുപോലെ വെള്ളത്തിൽ ലയിപ്പിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഈ വളം പൂത്ത് കായ്ക്കാറായ എല്ലാ പച്ചക്കറികൾക്കും കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണിത്. മുളക്, വഴുതന, തക്കാളി ഇതുപോലുള്ള ചെടികൾക്കൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പൂക്കളൊന്നും കൊയ്യാതെ എല്ലാ പൂക്കളും കായായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കരുത്. അതിലോട്ട് 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാവൂ. ഞാനിവിടെ 10 ഇരട്ടി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ ചാരവും കഞ്ഞിവെള്ളവും ചേർന്ന് മിശ്രിതം ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ലയിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് എല്ലാ പച്ചക്കറികൾക്കും ഒഴിച്ച് കൊടുക്കാം. ചീരക്ക് ഒഴിച്ച് കൊടുക്കേണ്ട, ചീര പെട്ടെന്ന് പൂത്തു പോവും. അതുകൊണ്ടാണ് ചീരക്ക് ഒഴിച്ച് കൊടുക്കേണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി വളപ്രയോഗങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ തക്കാളിക്ക് ഒഴിച്ച് കൊടുക്കാം, അതുപോലെ മുളകിനൊക്കെ ഇത് ഒത്തിരി നല്ലതാണ് കേട്ടോ. യാതൊരു പൈസക്കും ചിലവില്ല കേട്ടോ. അപ്പോൾ എല്ലാത്തരം പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും 5 ദിവസത്തിലൊരിക്കൽ ഇതുപോലെ ചെയ്താൽ നല്ല കായ്ഫലം ഉണ്ടായിരിക്കും. വഴുതന ചെടികൾ ഇത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വഴുതനൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. കുറ്റിയാമര ചെടിക്ക് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ പയറിന്, മുളകിന്, എല്ലാത്തിനും നമുക്കിത് ഒഴിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. 5 ദിവസത്തിലൊരിക്കൽ ഇത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഇത് കണ്ടോ, ഒരു പാവലിൻ്റെ വള്ളിയുണ്ട്. അപ്പോൾ അതിനും ഞാൻ ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കോവലിനൊക്കെ ഇത് ഒത്തിരി നല്ലതാണ്. നമ്മുടെ നാരങ്ങ ചെടിക്കും ഒഴിച്ച് കൊടുക്കാം. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. കഞ്ഞിവെള്ളം കൊണ്ട് നല്ലൊരു കീടനാശിനിയും കൂടി
നമുക്കൊന്ന് തയ്യാറാക്കാം. നീരുറ്റി കുടിക്കുന്ന ചിത്രകീടം, മീലി ബഗ്സ്, വെള്ളീച്ച ഇതിനൊക്കെ നല്ലതാണ് ഈ കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഈ ജൈവ കീടനാശിനി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1 കപ്പ് പുളിപ്പിച്ച കഞ്ഞിവെള്ളം എടുത്തു. അതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 1 തുടം വെളുത്തുള്ളി നല്ലതുപോലെ ചതച്ചതിന് ശേഷം ഇതിലോട്ടിട്ട് നല്ല പോലെ ആ വെള്ളത്തിൽ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ 1 കപ്പ് കഞ്ഞിവെള്ളം എടുത്തില്ല, ആ 1 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് അരിച്ചെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ കൈ വെച്ച് ചെടികളുടെ മുകളിൽ തളിച്ച് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അത് ആ അളവിന് തന്നെ വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. മുരടിപ്പ് വന്ന മുളക് ചെടികൾക്ക്, അതേപോലെ കറിവേപ്പ് ചെടികൾക്ക്, കറിവേപ്പിൽ ഇലമലൊക്കെ പുള്ളിക്കുത്തൊക്കെ കാണാറുണ്ട്. അതിനൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. ഈ മഞ്ഞളും വെളുത്തുള്ളിയും ചതച്ചിട്ട ഈ മിശ്രിതം വളരെ നല്ലതാണ്. അപ്പോൾ ഇതാ കറിവേപ്പിനൊക്കെ ഇതാ കൈ വെച്ച് തന്നെ ഞാൻ ഇലകളിലൊക്കെ തളിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സ്പ്രേ ബോട്ടിലാക്കുമ്പോൾ നല്ല പോലെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. കറിവേപ്പിലയിലെ ഇലപ്പുള്ളി രോഗത്തിനൊക്കെ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണിത്. അതുപോലെ തന്നെ മുളക് ചെടിയിലെ മുരടിപ്പ്, കുരുടിപ്പ് ഇതിനൊക്കെ ഒത്തിരി നല്ലതാണ്. രോഗം വരുന്നതിന് മുമ്പേ നമ്മൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കണം. വെള്ളീച്ചയുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. മുളക് ചെടിയുടെ ഇലകളുടെ അടിയിലും മുകളിലുമൊക്കെ ആവുന്ന രീതിയിൽ വേണം നമ്മളിത് തളിച്ച് കൊടുക്കാനായിട്ട്. നല്ല റിസൾട്ടാണ് കേട്ടോ. ഇതൊക്കെ ഞാനിവിടെ മുരടിച്ച് പോയ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ ഇങ്ങനെ തളിച്ച് കൊടുത്തിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ തക്കാളി ചെടികൾക്കും നമുക്കിത് തളിച്ച് കൊടുക്കാവുന്നതാണ്. ചിത്രകീടത്തിൻ്റെ ശല്യം, അതുപോലെ തന്നെ വെള്ളീച്ചയുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇലകളിൻ്റെ അടിയിലും മുകളിലൊക്കെ ആവുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. നല്ല റിസൾട്ടാട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല കിടിലൻ ടിപ്പുകളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ബാക്കിയുള്ളത് നമുക്ക് ഇതിൻ്റെ റോസാ ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ തക്കാളി ചെടിയിലൊക്കെ നിറയെ പൂക്കളും കായ്കളൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.